സുഖോടില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ നടന്നു പോയില്ലായിരുന്നു. തെറ്റൊന്നുമില്ല, എല്ലാ കുട്ടികളും നടന്നിട്ട് തന്നെയാ പോണേ. രവിയുടെ അച്ഛനെ പോലെ എനിക്ക് കൈപ്പുണ്യൊന്നുമില്ല, അതുകൊണ്ട് വണ്ടി ഇടയ്ക്ക് നിൽക്കും. അതെ ഉണ്ണിട്ടം വരുന്നു. ഉണ്ണികൃഷ്ണ, എല്ലാവരും കൂടി ഒന്ന് കൈവച്ചേ. ഇറങ്ങി തള്ളടൂ. ഞങ്ങളുണ്ട്. അമ്മ ചീത്ത പറയും. വിട്ടോളും. എടോ, വഴിക്ക് ഇനി നിന്നാ തള്ളാൻ ആളുണ്ട്. വിട്ടു നിൽക്കും. ഒരു ദിവസം കയറ്റിയാൽ പിന്നെ അതൊരു ദുശീലാവും. ഉണ്ണിയിടം വിടുന്നുണ്ടോ? ചിലപ്പോ നേരെ നിങ്ങൾ എത്ര മുമ്പ് ഞങ്ങൾ എത്തും. പന്തയുണ്ടോ? അല്ല, എന്താ ഉണ്ണീഷം പറഞ്ഞേ? പന്തയോ? ഞാൻ പന്തയത്തിനൊന്നുമില്ല. രവി, ബെറ്റുണ്ടോ? വാ, നമുക്ക് പോകാം. എന്താ ഇപ്പൊ പറ്റിയത്? ഇടങ്ങേറായോ? അതോ ഇടങ്ങേറാക്കിയല്ലേ? മണ്ണാൻ കട്ടി. വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. ആ വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി നീക്കൾ സൂക്ഷിച്ചു. ഇന്നെന്താണാവോ വിശേഷം? ക്യാപ്റ്റൻ തിരിച്ചെടുത്തു. പിന്നെന്തിനാ സമരം? വിദ്യാഘോഷം. ആ വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി നീക്കൾ സൂക്ഷിച്ചു. പെൺകുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളി ഉഷാറാക്കണം. മേസ്തിരോട് നല്ല നാല് മുദ്രാക്കി എടുത്താലും പറയടാ. വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. മാഷന്മാരും പെൺകുട്ടികളും വരുമ്പോൾ ഞമ്മക്ക് വിറപ്പിക്കണം. ഇന്ന് വേണ്ട, അടുത്ത നമുക്കൊരു സമരം ഉണ്ടാക്കാം. വഴിയുണ്ട്, പാടോ. വാടോ ഉണ്ണി, വാന്നേ. മേസ്തിയുടെ കടയിൽ നല്ല സ്വറയാണ്. വാന്നേ. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. വലിക്കും മേസ്ത്രി. വിജയാഘോഷത്തിന് ഒരു സിഗരറ്റ് ഒന്നും പോരടോ ഗോപിയെ. എന്നാ വര്. ചായ. ക്യാപ്റ്റാ, ഒരാഴ്ച ജോലിയായി. ഇനിയിപ്പോ എന്തേ നമുക്കൊരു സമരം ഉണ്ടാവുക? ബസ് ചാർജ് കുറയ്ക്കാൻ സമരമാവാം. വടക്കാഞ്ചേരിയിൽ ഒരു കുട്ടി മരിച്ച ന്യൂസ് കണ്ടോ? അവിടെ സാധനം ഉണ്ടാ? നമുക്ക് ഇവിടെ ഒന്നും തുടങ്ങാം. പേപ്പറിലുണ്ട്. കുത്തിക്കൊന്നതാ. നിർവീര്യമായ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് വിദ്യാർത്ഥി സഹാക്കൾ രക്തസാക്ഷികളാകുന്നു. എങ്ങനെ നിർവീര്യം എന്ന് പറയല്ലേ മേസ്ത്രി? ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞപ്പോൾ പകരം വന്ന ചാമ്പ്യന്റെ പാട് എന്റെ അല്ലോ പുറത്തിപ്പോഴും ഉണ്ട്. അറിയോ, നാരായണൻ നായർ മാഷ്ക്ക് മാറ്റാണ്. പകരം വരുന്ന ടീച്ചറാ. ആമ്യം കോഴിനാരുടെ മകളാ അമ്മിണി. എനിക്കറിയാം. നമുക്ക് ടീച്ചർ മതിന്ന് ഒരു നിവേദനം കൊടുക്കാം. ഗോപിയെ, ആ ബെൻസ് വരുന്നുണ്ട്. ഉണ്ണിയെന്നെ കാറ്റിച്ചോട്ട് ഉത്തച്ഛനെ കിട്ടും. ഇവനാള് മോശമല്ലല്ലേ ക്യാപ്റ്റൻ? ഈ ചെക്കൻ്റെ എപ്പോഴും കാശുണ്ടാവും. ദുബായ്ക്കാരന്റെ മോനല്ലേ? നീ അവനൊന്ന് വളയ്ക്കാൻ നോക്കടാ ഗോപിയെ. നിന്റെ അഞ്ചനാ? ചെറിയമ്മയുടെ മകനാ. നമ്മള് ലോഹ്യം കൂടാ നോക്കി, പക്ഷേ ചെക്കൻ എടുക്കാത്ത സൈസാ. മര്യാദക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എടുത്ത പൊയ്ക്കോ. 4 അക്ഷരം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തെണ്ടി നടന്നോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാലോ. എന്താ കേളപ്പന്മാര്? ഇതൊക്കെ തന്നെ പഠിക്കലും പഠിപ്പിക്കലും നന്നാകുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മാഷൊന്ന് കണ്ണുരുട്ടിയാ മതി, മൂത്രം പോവും. കണ്ടില്ലേ? ഇപ്പൊ ഇതൊക്കെ തന്നെ. എന്താ ഇരുന്നുറങ്ങാണോ ഉണ്ണി? എന്തിനാ ഇങ്ങനെ ഓരോ വികൃതിത്തരം കാട്ടാൻ പോണേ? അച്ഛനെ നീ ഇവിടെ എങ്ങനെ കാണാറുണ്ടോ? ഇല്ല. കള്ളും വെള്ളവും കുടിക്കാൻ കാശുണ്ടല്ലോ അയാൾക്ക്. സ്വന്തം മോനല്ലേ, അവൻ എങ്ങനെ കഴിയണു എന്നൊന്ന് അന്വേഷിച്ചൂടെ അയാൾക്ക്? നിന്റെ മുത്തച്ഛൻ ലോകായ ലോകം മുഴുവൻ കേസ് നടത്തുന്ന വീരനല്ലേ? മാസാമാസം നിന്റെ ചെലവിനുള്ള കാശ് കേസ് കൊടുത്ത് കൂട്ടുമ്മയെ കയറ്റി വാങ്ങിക്കാൻ
തന്തപ്പടിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. മുത്തച്ഛൻ കേക്കണ്ട, മുത്തച്ഛന്റെ ചെവിട് വല്ലാത്ത കിടക്കണോടത്ത് കേക്കും. നാണിയമ്മേ, നാണിയമ്മേ, പണിക്കാരും തള്ള പെറ്റുണ്ടായവര് തന്നെയാണെന്ന വിചാരം ഈ വീട്ടിൽ ഒരാൾക്കേ തോന്നിയിരുന്നുള്ളൂ. നിന്റെ അമ്മയ്ക്ക്. അവള് പോയ പിന്നെ ഒക്കെ കണക്ക് തന്നെ. കിടന്നോ കുട്ടി? ഇപ്പൊ ആ വിദ്വാനെ കാണുവെച്ച ആ കള്ളു ഷാപ്പ് പോയാ മതി. കുട്ടി ഏതാ? നിങ്ങളെ വിടറോ? കാശും പണമൊന്നും ഇല്ലെങ്കിലും എടാ ഇത് മാത്തോട്ടത്തില് ശങ്കരൻകുട്ടിയാ, അറിയോ? അവിടെ കിടക്കട്ടോ, ബോധം തെളിയുമ്പോ താനെ വന്നോളൂ. ആ ശങ്കരൻകുട്ടി അല്ലേ കുട്ടി ചോദിച്ചേ? എവിടെയായിരുന്നു കുട്ടിയെ? എവിടെയില്ല. സ്കൂളില്ലാത്ത ദിവസം എന്തിനാ ഇങ്ങനെ തെണ്ടി നടക്കണേ? ആ, ഇരുന്നോളൂ. നിന്നെ വിളിച്ച് കാണാണ്ടായപ്പോ ഞാൻ കഴിക്കാനിരുന്നു. ഇപ്പൊ വിളമ്പാം. രവിയുടെ കൂടെ നിനക്കും ചോറുണ്ടോന്നൂടെ? ഗോപിക്ക് ഹോട്ടലിൽ അക്കൗണ്ടാ. ഓന്റെ അച്ഛൻ എമ്പാടും കാശുണ്ടോ? ക്യാപ്റ്റൻ, ആ കയ്യൊന്ന് കിട്ടിക്കേ. ഇന്ന് ബിരിയാണി അല്ല, ചോറാ.
മീനുണ്ടായിരുന്നു. മീനുണ്ട്, ഇറച്ചിയുണ്ട്. നല്ല മസാലേന്റെ മണം. ഒരു പുകതാ ക്യാപ്റ്റൻ. ഡ്രിൽ മാഷ് സ്പെഷ്യൽ ഓർഡർ ചെയ്തപ്പോ നമുക്കും ഒരു പ്ലേറ്റ് ഇറച്ചി. പുതിയ ടീച്ചർ ചരക്കാണത്രേ. ഡ്രിൽ മാഷ് പറഞ്ഞു. കൊടു ക്യാപ്റ്റൻ, ചുണ്ടുകൊള്ളും. നറുക്കിടാൻ ആളില്ലെങ്കിൽ നമ്മൾ വന്നു. വാടാ. പൊയ്ക്കോ പൊയ്ക്കോ. നല്ല ലെവല ചങ്ങാടി, നമുക്കൊന്ന് ഇളക്ക്. എടോ ഉണ്ണി, നിന്റെ അച്ഛനല്ലടാ അത്. ഉണ്ണിയുടെ അച്ഛനോ? ഇയാളോ? ഈ കള്ളൂടിയല്ലോ? ചാവ് വിട്ടിട്ടുണ്ടല്ലോ.